വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് PLCയുടെ മെയിൻ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ സിലബസിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് യൂറോപ്യൻ ശക്തികളുടെ വരവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോർച്ചുഗീസുകാരെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി പറയുന്നത് ഡച്ചുകാരെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കിയാലോ. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. AD 1602. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയതാരാണ്? ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയത് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു മസൂലി പട്ടണത്തല്ലേ. കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയുടെ പേരെന്ത്? സ്റ്റീവൻ വാണ്ടർഹോഗ് ഡച്ച് അഡ്മിറൽ ആയിരുന്നു. സ്റ്റീവൻ വാണ്ടർഹോഗ് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം 1604 നവംബർ 11. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമുണ്ടാക്കിയ ആദ്യ കരാറാണിത്. ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാനായി ഡച്ചുകാരും സാമൂതിരിയും തമ്മിലുണ്ടാക്കിയ പരസ്പര സഖ്യമായിരുന്നു ഈ കരാർ. ഡച്ചുകാരെ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലിന്റെ പേരെന്താണ്? അഡ്മിറൽ വാൻ ഗൂൺസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം കോട്ട പിടിച്ചെടുത്തു 1658 ഡിസംബർ 29. അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം റാണിയുമായി ഒരു കരാർ ഉണ്ടാക്കി 1759. ഈ കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു. അഡ്മിറൽ വാണ്ടർമെയ്ഡന്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തു 1661. പിടിച്ചെടുത്ത ഈ കോട്ട സാമൂതിരിക്ക് കൊടുത്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. വീരകേരളവർമ്മയെ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയെ വാഴിക്കുകയും 1663 മാർച്ച് 20 അദ്ദേഹവുമായി ഒരു കരാറുണ്ടാക്കുകയും ചെയ്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു 1663. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര സന്ധി. 1740 സെപ്റ്റംബറിൽ വടക്കൻകൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവം ഉണ്ടാക്കുകയില്ല എന്ന വ്യവസ്ഥയിന്മേൽ ഉടമ്പടി ചെയ്തത് ഡച്ചുകാർ. ഡച്ച് കൊട്ടാരം സ്ഥാപിച്ചതാരാണ്? പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ബോൽക്കാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചതോ? ഡച്ചുകാർ. ഇത്രയാണ് ഇവിടെ നോക്കാനുള്ളത്. താങ്ക്